മതത്തിൻ്റെ പേരിൽ പലപ്പോഴും ഇന്ത്യയിൽ പല ഭാഗത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മതപരമായ കാര്യങ്ങളുടെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലുന്ന വളരെ മോശമായ വികലമായ അവസ്ഥ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ പലപ്പോഴും സർക്കാരുകൾ അടിച്ചമർത്തിയിട്ടുണ്ട്. എല്ലാത്തിലും മതം കലർത്തുക എന്നത് ഒരു പൊതുവായ കാര്യമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനം രാഷ്ട്രീയത്തിലും സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ മതം കലർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഒരു ഗൂഢ അജണ്ടയായി ഈ ഒരു വർത്തമാനകാല അവസ്ഥയിൽ മാറിയിട്ടുണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ്. മതഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ മതപരമായ പുസ്തകങ്ങളിലോ എഴുത്തുകളിലോ ഒന്നും ഇത്തരം ലഹളകളെക്കുറിച്ചോ സംഘർഷങ്ങളെക്കുറിച്ചോ മറ്റു മതങ്ങളെ ഒതുക്കേണ്ടതിനെക്കുറിച്ചോ പറയുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ചില മതഗ്രന്ഥങ്ങളിൽ, പ്രത്യേകമായ ചില വിഭാഗങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് എന്ന് കോടതി പോലും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സാമൂഹ്യ നിരീക്ഷകയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായ ജാമിദ ടീച്ചർ പറയുന്നത്. ജാമിദ ടീച്ചറെ എല്ലാവർക്കും അറിയാം. അവർ ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ഇസ്ലാം മതത്തിലെ പോരായ്മകളും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ ചില രീതികളുമൊക്കെ തന്നെ ആ രീതികൾക്കൊക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവർ ചില സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഖുർആൻ എന്ന ഗ്രന്ഥത്തിനെതിരെ ചില പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഈ വിഷയം പരിശോധിക്കപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് മുഖ്യ കാരണം ഈ മതഗ്രന്ഥമാണ് എന്ന് ഒരു ഇന്ത്യൻ കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു ജാമിദ ടീച്ചർ. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഇന്ത്യൻ കോടതിയുടെ ഈ വിധി ദേശസ്നേഹികൾ ചൂണ്ടിക്കാണിക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ അവരുടെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, ഇതൊന്നും പൊതു അഭിപ്രായങ്ങളല്ല. ചരിത്രപ്രസിദ്ധമായ കൽക്കട്ട ഖുറാൻ പെറ്റീഷനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ കേസും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, അതും നിങ്ങൾ വായിക്കണം എന്നവർ പറയുന്നു. 86 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ ജഡ്ജ് ഇസഡസ് ലോഹത്താണ് സുപ്രധാനമായ ഈ വിധി പറഞ്ഞത്. ഖുറാനിലെ 24 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ എല്ലായിടത്തും വർഗീയ കലാപങ്ങൾക്ക് ഇത് കാരണമാകുന്നു എന്ന് ഈ വിധി ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ ഖുറാനിലെയും ഖദീസിലെയും ചില കാര്യങ്ങൾ അന്യമതസ്ഥരെ അല്ലെങ്കിൽ അന്യമതവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നുള്ള വാദം ഡോക്ടർ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഡൽഹി ഹിന്ദു രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ കേസിൻ്റെ തുടക്കം എന്നും ജാമിദ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യവും ഖുറാനാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് അതിലെ ആയത്തുകൾ ഉദ്ധരിച്ചുള്ള വിശദീകരണവുമായിരുന്നു പോസ്റ്ററിലെ ഉള്ളടക്കം. അതൊരു കലാപമായി മാറുകയും IPC 153A 295A എന്നീ വകുപ്പുകൾ പ്രകാരം ഇരുവർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കേസ് കോടതിയിലെത്തി. ഇത്തരം ആയത്തുകൾ ഖുറാനിൽ ഇല്ലെന്നും വർഗീയ കലാപം സൃഷ്ടിക്കാൻ പ്രതികൾ ആസൂത്രിതമായി നടത്തിയ നീക്കമാണ് ഇതെന്നും മറുഭാഗം വാദിച്ചു. ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള മക്തബ അൽ ഹസ്നത്തിലെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന മുസ്ലിം പണ്ഡിതൻ ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഖുറാൻ്റെ ആധികാരിക പതിപ്പിൽ നിന്നുമാണ് ആയത്തുകൾ എടുത്തത് എന്ന് ആരോപണ വിധേയർ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു. മറ്റു മതങ്ങളോട് യുദ്ധം ചെയ്യാൻ വിശ്വാസികളോട് ഖുറാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും ഇത് ഖുറാനിൽ ഉള്ളിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാനാകില്ല എന്നുമായിരുന്നു അവരുടെ വാദം. ഇരുവാദങ്ങളും വിശദമായി കേട്ട കോടതി ഇക്കാര്യത്തിൽ കക്ഷി ചേരാനും ആരോപണ വിധേയരുടെ വാദത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഇസ്ലാം പണ്ഡിത സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷിലും അറബിയിലുമുള്ള മറ്റ് അനേകം ഖുറാൻ വ്യാഖ്യാനങ്ങൾ ജഡ്ജി പരിശോധിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ രംഗീല റസൂൽ എന്ന ഗ്രന്ഥത്തെ ചൊല്ലി അലഹബാദ് ഹൈക്കോടതിയിൽ നടന്ന കേസും അദ്ദേഹം വാദിച്ചു. 86 ജൂലൈ 31 ജസ്റ്റിസ് ലോഹത്ത് 2 പ്രതികളെയും ബഹുമാനപൂർവ്വം വെറുതെ വിട്ടു. ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ലോകത്തെ ഇസ്ലാം ഉൾപ്പെട്ട എല്ലാ വർഗീയ സംഘർഷങ്ങൾക്കും കാരണം ഖുറാനും പ്രധാനമായി അതിലെ 24 ആയത്തുകളുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചത് എന്നും ജാമിദ ടീച്ചർ പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കോർട്ട് റൂളിംഗ് സം ആയറ്റ്സ് ഇൻ ദ ഖുറാൻ കോസ് കമ്മ്യൂണൽ റയോട്ട്സ് എന്നോ അല്ലെങ്കിൽ സം ആർട്ടിക്കിൾസ് ഓഫ് ഖുറാൻ ആർ ഹാംഫുൾ ഡൽഹി മജിസ്ട്രേറ്റ് ഇസഡസ് ലോഹത്ത് എന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്നും പറയുന്നു. ഇത് നിയമപരമായ അതിൻ്റെ ആ ഒരു അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമിദ ടീച്ചർ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. മറ്റ് മതസ്ഥരെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ ഹിന്ദുമതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ പാഴ്സി മതത്തിലോ ബുദ്ധമതത്തിലോ വിശ്വസിക്കുന്നവരൊന്നും യഥാർത്ഥ ദൈവവിശ്വാസികൾ അല്ല, അവർ നാട്ടിന് ആപത്താണ് എന്ന രീതിയിലുള്ള
ചില ആയത്തുകൾ ഇത്തരം ഗ്രന്ഥങ്ങളിൽ, ഈ ഖുറാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നും അതിലെ 24 പ്രത്യേകമായ പോയിന്റുകളൊക്കെ തന്നെ ഡൽഹിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പരിശോധിച്ചു എന്നും ജാമിദ ടീച്ചർ ആധികാരികമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരിക്കലും ഏത് മതത്തെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിച്ചവരും ശീലിച്ചവരുമാണ് ഇന്ത്യക്കാർ. ഇവിടെ മുഗളന്മാർ ഭരിച്ച് മുട്ടിച്ച് തേച്ച് കഴിയപ്പോൾ അവരോടും ആദരവ് കാണിക്കുകയും അവരെയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് ഇന്ത്യക്കാർക്ക് ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരം ഗ്രന്ഥങ്ങളുടെയൊക്കെ തന്നെ പേരിൽ, അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ പേരിൽ, തെറ്റായ എഴുത്തുകുത്തുകളുടെയൊക്കെ പേരിൽ, കിതാബുകളുടെ പേരിൽ, തെറ്റായ കിതാബുകളുടെ പേരിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യം ഈ ഗ്രന്ഥവും ഈ ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയും വിശ്വസിക്കുന്നവർ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുന്നവർ നന്നായിരിക്കും. അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമിദ ടീച്ചർ ഈ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.